ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 62 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 63-ാമത്തെ ശ്ലോകം നോക്കാം. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇതി ഇങ്ങനെ, തേ നിനക്ക്, ഗുഹ്യാത് ഗുഹ്യതരം രഹസ്യങ്ങളിൽ വച്ച് അതിരഹസ്യമായ ജ്ഞാനം അറിവ്, മയാ ആഖ്യാതം ഞാൻ ഉപദേശിച്ച് തന്നിരിക്കുന്നു. ഏതത് അശേഷേണ ഇത് പൂർണ്ണമായും, വിമൃശ്യ യുക്തിയുക്തമായി നിരൂപണം ചെയ്തിട്ട്, വിമർശന ബുദ്ധിയോടെ നിരൂപണം ചെയ്തിട്ട്, യഥാ ഇച്ഛസി തഥാ നിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നീ എന്തിച്ഛിക്കുന്നുവോ അതുപ്രകാരം കുരു പ്രവർത്തിച്ചു കൊള്ളുക. ഇങ്ങനെ നിനക്ക് രഹസ്യങ്ങളിൽ വച്ച് അതിരഹസ്യമായ ഈ ആത്മജ്ഞാനം അറിവ് ഞാൻ ഉപദേശിച്ച് തന്നിരിക്കുന്നു. ഇത് പൂർണ്ണമായും യുക്തിയുക്തമായി നിരൂപണം ചെയ്തിട്ട് നിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക. ധർമ്മശാസ്ത്രങ്ങളുടെ അത്യന്തം ഗഹനവും രഹസ്യവുമായ തത്വങ്ങൾ ഞാൻ നിനക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. ഇനി അതിനെ യുക്തിയുക്തമായി വിശകലനം ചെയ്ത് നിൻ്റെ യുക്തം പോലെ നീ പ്രവർത്തിച്ചു കൊള്ളുക. നിനക്ക് ശ്രേയസ്കരം എന്തെന്ന് നീ തന്നെ നിശ്ചയിക്കുക. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ നർമ്മബോധം ഇവിടെ തെളിഞ്ഞു കാണാം. യുദ്ധം ചെയ്യരുത് എന്ന് നീ ആശിച്ചാലും നിൻ്റെ പ്രകൃതിയാൽ നീ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാൻ പിന്നെയും പറഞ്ഞിരിക്കുന്നു. പ്രകൃതിയുടെ പ്രേരണയനുസരിച്ചാണ് എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത്, സ്വഇച്ഛയ്ക്കനുസരിച്ചല്ല. എങ്കിലും ഞാനെന്ന ഭാവം മൂലം മനുഷ്യർ സ്വഇച്ഛ പോലെ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കാനും പറയാനുമാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റൊരാളുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് വരുത്തുവാൻ അഭിമാനിയായ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. അർജുനൻ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുമെന്ന് കൃഷ്ണന് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രകൃതിയുടെ പ്രേരണയും തൻ്റെ ഉപദേശവും കൊണ്ടല്ല, മറിച്ച് സ്വന്തം ഇച്ഛയ്ക്കും തീരുമാനത്തിനും അനുസരിച്ചാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പാവം അർജുനൻ കരുതിക്കൊള്ളട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അതുപോലെ തന്നെ സനാതനധർമ്മം മനുഷ്യന് നൽകുന്ന സ്വാതന്ത്ര്യവും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മറ്റ് മതങ്ങളെപ്പോലെ നീ ഇപ്രകാരം ചെയ്യണം, അങ്ങനെ തന്നെയേ ചെയ്യാവൂ എന്ന് സനാതനധർമ്മം ഒരിക്കലും നിഷ്കർഷിക്കുന്നില്ല. പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് ശ്രേയസ്കരമായത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ധർമ്മങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് സ്വയം യുക്തിയുക്തം നിരൂപണം ചെയ്തതിന് ശേഷം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാം. അതാണ് സനാതനധർമ്മത്തിനുള്ള സ്വാതന്ത്ര്യം. അതിൻ്റെ ഫലം അനുഭവിക്കുവാനും അത് സത്ഫലമാവട്ടെ ദോഷഫലമാവട്ടെ അതിനും അവന് യോഗ്യതയുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനും അവൻ അർഹനാണ്. സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. ഈ ഉപദേശങ്ങൾ
എല്ലാം സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. ഇന്നത് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞതാണെങ്കിൽ പോലും നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഈ സ്വാതന്ത്ര്യം മറ്റ് ധർമ്മങ്ങൾക്കില്ല. അനുസരിച്ചില്ല എന്ന് കരുതി ആരും നിങ്ങളെ ഈ ധർമ്മത്തിൽ നിന്ന് പുറത്താക്കുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിൽ തന്നെ വന്നു ചേരും. അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭഗവാൻ ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഞാൻ പറഞ്ഞു തരേണ്ടതെല്ലാം നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നീ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.